ഫ്യൂച്ചർ ടെൻസിന്റെ രണ്ടാമത്തെ പിരിവായ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഭാവി കാലത്തിൽ ഒരു പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കും എന്ന് പറയാൻ വേണ്ടി, അങ്ങനെയുള്ള പ്രവൃത്തികളെ സൂചിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെൻസാണ് ഏത്? ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് അല്ലെ. ഇപ്പൊ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിന്റെ ഉപയോഗം എന്താണ്? ഭാവി കാലത്തിൽ ഒരു പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കും അങ്ങനെ പറയാൻ അല്ലെ, അല്ലെങ്കിൽ ഭാവി കാലത്ത് ഒരു പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെൻസാണ് എന്ത്? ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. ഉദാഹരണത്തിന്, അവർ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും അല്ലെ. ഈ വന്നുകൊണ്ടിരിക്കും എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഭാവി കാലവുമാണ്, ഒപ്പം അതെന്തിനെ സൂചിപ്പിക്കുന്നു? ഒരു തുടർച്ചയെ സൂചിപ്പിക്കുന്നു അല്ലെ. അപ്പൊ ഭാവി കാലത്തിൽ തുടരുന്നതാണ് ഏത് ക്രിയ? വന്നുകൊണ്ടിരിക്കും എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അവർ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും എന്ന് പറയുമ്പോൾ അതെന്താണ്? തുടരുന്ന ക്രിയയുമാണ്, ഒപ്പം അത് ഏത് കാലത്തിൽ നടക്കുന്നതാ അല്ലെങ്കിൽ നടക്കാനുള്ളതാ? ഭാവി കാലത്ത്, ഇനി വരാൻ പോകുന്ന കാലത്ത് നടക്കാനുള്ളത്. അപ്പൊ അവർ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും എന്ന് പറയുന്ന ഉദാഹരണം എന്തിന്റെ, ഏത് ടെൻസിന്റെ ഉദാഹരണമാണ്? ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിന്റെ ഉദാഹരണമാണ്. ഇനി ഇത് എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത് ഇംഗ്ലീഷിൽ? അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സബ്ജക്റ്റ് പ്ലസ് വില്ലോ ഷാൾ പ്ലസ് ബി പ്ലസ് വെർബ് പ്ലസ് ing പ്ലസ് ഒബ്ജക്റ്റ്. അതായത് സബ്ജക്റ്റിന് ശേഷം വില്ലോ ഷാൾ അല്ലെ. വിൽ അല്ലെങ്കിൽ ഷാൾ എന്ന് പറയുന്നത് ഫ്യൂച്ചർ ടെൻസിന്റെ പൊതുവായ സഹായക്രിയകളാണ് അല്ലെ. ഇപ്പൊ ഫ്യൂച്ചർ ടെൻസിന്റെ പൊതുവായ സഹായക്രിയകളാണ് ഇതൊക്കെ, വിൽ അല്ലെങ്കിൽ ഷാൾ. ആ വിൽ അല്ലെങ്കിൽ ഷാൾ ഇതിന് ശേഷം പിന്നെ എന്താണ്? ബി, പിന്നെ വെർബ് പ്ലസ് ing പ്ലസ് ഒബ്ജക്റ്റ് അല്ലെ. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ വെർബിനോട് കൂടി ing ചേർത്തിരിക്കും അല്ലെ. എന്തിനാ വെർബിനോട് കൂടി ing ചേർക്കുന്നത്? ഒരു തുടർച്ചയെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അല്ലെ. അപ്പൊ തുടർച്ചയെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് വെർബിനോട് കൂടി ing ചേർത്തിരിക്കുക. കാര്യം എന്താ? ഇവിടെ കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. എന്താ കണ്ടിന്യൂസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? തുടരുന്നത് എന്നർത്ഥം. അപ്പൊ തുടർച്ചയെ സൂചിപ്പിക്കുന്നു. അപ്പൊ ഈ ക്രിയ ഇവിടെ തുടരുന്നതാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് ആ തുടരുന്ന ക്രിയയെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ വെർബിനോട് കൂടി ing ചേർക്കുന്നത്. അങ്ങനെ തുടരുന്ന ക്രിയ അല്ലെങ്കിൽ അങ്ങനെ വെർബിനോട് കൂടി ing ചേർത്ത ഒരു ക്രിയ വരികയാണെങ്കിൽ, അങ്ങനെ തുടരുന്ന ക്രിയ വരികയാണെങ്കിൽ നമ്മൾ ആരുടെ രൂപം ആയിരിക്കണം സഹായക്രിയ ആയിട്ട് എഴുതേണ്ടത്? ബിയുടെ രൂപങ്ങളായിരിക്കണം സഹായക്രിയകളായിട്ട് എഴുതേണ്ടത്. അല്ലെങ്കിൽ ഈ പറയുന്ന വെർബിനോട് കൂടി ing ചേർന്ന് വരുമ്പോൾ ആ വെർബിന്റെ കൂടെ, അങ്ങനെ ing ചേർന്ന് വരുന്ന വെർബിന്റെ കൂടെ നമ്മൾ എന്തുപയോഗിക്കണം? ബി ഫോംസ് ഉപയോഗിക്കണം അല്ലെ. ബി ഫോംസ് അല്ലെങ്കിൽ ബി രൂപങ്ങൾ ഉപയോഗിക്കണം. ഇപ്പൊ ഇവിടെ നമ്മൾ ഫ്യൂച്ചർ ടെൻസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ബിയുടെ ഫ്യൂച്ചർ ഫോം അല്ലെ. ബിയുടെ ഫ്യൂച്ചർ ഫോംസ് ഏതൊക്കെയാണ്? വിൽ ബിയും ഷാൾ ബി അല്ലെ. ബിയുടെ അല്ലെങ്കിൽ ബി രൂപത്തിന്റെ അല്ലെങ്കിൽ ബി ഫോംസിന്റെ ഫ്യൂച്ചർ ഫോം എന്ന് പറയുന്നതാണ് വിൽ ബി അല്ലെങ്കിൽ ഷാൾ ബി. ഇങ്ങനൊരു പാറ്റേൺ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ തയ്യാറാക്കുവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ വിൽ അല്ലെങ്കിൽ ഷാൾ ബി ഉള്ളതിനെ നമ്മൾ എങ്ങനെ എഴുതുന്നു? വിൽ ഓർ ഷാൾ പ്ലസ് ബി എന്ന് എഴുതും. കാരണം ഇതിനകത്ത് കോമൺ ആയിട്ടുള്ള ഏതാ? ബി ആ. ആ ബിയെ നമ്മൾ ഇവിടെ ആക്കിയിട്ട് വിൽ ഓർ ഷാൾ പ്ലസ് ബി എന്ന രീതിയിൽ നമ്മൾ എഴുതുന്നു. അപ്പൊ അങ്ങനെ വിൽ ഓർ ഷാൾ പ്ലസ് ബി. അപ്പൊ വിൽ ഓർ ഷാൾ പ്ലസ് ബി എന്ന് പറയുന്നത് ഏത് ടെൻസിനെ സൂചിപ്പിക്കുന്നതാണ്? ഫ്യൂച്ചറിനെ സൂചിപ്പിക്കുന്നു. കാരണം ബിയുടെ ഫ്യൂച്ചർ ഫോം ആണല്ലോ വിൽ ബി അല്ലെങ്കിൽ ഷാൾ ബി. അപ്പൊ വിൽ ഓർ ഷാൾ പ്ലസ് ബി ഇത്രയും വരുമ്പോൾ എന്തായി? ഫ്യൂച്ചറായി. വെർബ് പ്ലസ് ing എന്ന് പറയുന്നത് എന്താണ്? കണ്ടിന്യൂസ് ആണ്. അപ്പൊ എന്ത് കിട്ടി? ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് കിട്ടി. ഇനി വിൽ അല്ലെങ്കിൽ ഷാൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയുന്ന ആ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് പേഴ്സൺസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അല്ലെ. സബ്ജക്റ്റ് ഫസ്റ്റ് പേഴ്സണോ അല്ലെങ്കിൽ ഫസ്റ്റ് പേഴ്സൺ വരികയാണെങ്കിൽ, അതായത് സാധാ ഭാവിയിൽ സിമ്പിൾ സെൻസുള്ള ഭാവിയിൽ സബ്ജക്റ്റ് ഫസ്റ്റ് പേഴ്സൺ ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ ഷാൾ ഉപയോഗിക്കുന്നു. സെക്കൻഡ് പേഴ്സണോ തേർഡ് പേഴ്സണോ ആണെങ്കിൽ നമ്മൾ എന്തുപയോഗിക്കുന്നു? വിൽ ഉപയോഗിക്കുന്നു. തിരിച്ച്, അതായത് സീരിയസ് സെൻസിലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? തിരിച്ചു ഉപയോഗിക്കുന്നു. അതായത് സബ്ജക്റ്റ് ഫസ്റ്റ് പേഴ്സൺ ആണെങ്കിൽ വില്ലും, സെക്കൻഡ് പേഴ്സണോ തേർഡ് പേഴ്സണോ ആണെങ്കിൽ നമ്മൾ ഷാളും ഉപയോഗിക്കുന്നു. ഇവിടെ നമ്മൾ വളരെ ലളിതമായിട്ട് സിമ്പിളായിട്ട് പറയാം. അപ്പൊ അതുകൊണ്ട് നമ്മളിവിടെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. കാരണം ഇവിടുത്തെ സബ്ജക്റ്റിനെ ആശ്രയിച്ചാണ് നമ്മൾ വില്ല് അല്ലെങ്കിൽ ഷാള് എഴുതേണ്ടത്. ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? അവർ ആണ്. അവർ എന്നുള്ള ഇംഗ്ലീഷ് ആണ് ദേ അല്ലേ. ദേ. ഈ ദേ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്. അത് ഏത് പേഴ്സൺ ആയിരിക്കും? അത് തേർഡ് പേഴ്സൺ ആയിരിക്കും. അപ്പൊ തേർഡ് പേഴ്സൺ വരുമ്പോൾ സാധാരണ സിമ്പിൾ സെൻസിൽ പറയുമ്പോൾ സബ്ജക്റ്റ് തേർഡ് പേഴ്സൺ ആണെങ്കിൽ നമ്മൾ അവിടെ എന്തേ ഉപയോഗിക്കാവൂ? വില്ലാണ് ഉപയോഗിക്കേണ്ടത്. അപ്പം ദേ വിൽ. പിന്നെ നമ്മൾ ബി
they will be. ഇനി ഇവിടുത്തെ വെർബ് എന്താണ്? വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ വരിക എന്നുള്ളത് ഇംഗ്ലീഷ് എന്ത്? കം. അതിന്റെ കൂടെ നമ്മൾ എന്ത് ചേർക്കണം? ing ചേർക്കണം. അപ്പൊ എന്തായി? they will be coming. അവർ വന്നുകൊണ്ടിരിക്കും. എങ്ങോട്ട്? ഇങ്ങോട്ട്. ഇങ്ങോട്ട് എന്നുള്ളത് ഇംഗ്ലീഷ് എന്താ? ഹിയർ അല്ലേ? അപ്പൊ they will be coming here. അപ്പൊ എന്താ അർത്ഥം? എന്താണ് അർത്ഥം? അവർ ഇങ്ങോട്ട് വന്നുകൊണ്ട് ഇരിക്കും അല്ലെ? അപ്പോൾ എന്താണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്? ഭാവി കാലത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുവാൻ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നു. അതിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? സബ്ജക്റ്റ് പ്ലസ് വില്ലോ ഷാൾ പ്ലസ് ബി പ്ലസ് വെർബ് പ്ലസ് ing പ്ലസ് ഒബ്ജക്റ്റ്. ഇനി ഈ വെർബ് പ്ലസ് ing അല്ലെങ്കിൽ വെർബിനോട് കൂടി ing ചേർക്കുന്നതിന് വേണ്ടി തുടർച്ചയെ സൂചിപ്പിക്കാൻ, അങ്ങനെ തുടർച്ചയെ സൂചിപ്പിക്കുന്ന ഒരു വെർബ് വന്നാൽ അതിനോടൊപ്പം ബിയുടെ രൂപങ്ങൾ അല്ലെ? അതിനോടൊപ്പം ആര് വരണം? ബിയുടെ രൂപങ്ങൾ വരണം. അപ്പൊ ഇവിടെ നമ്മൾ ഫ്യൂച്ചർ ടെൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പൊ ബിയുടെ ഫ്യൂച്ചർ ഫോം ആണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ അതെന്ന് പറയുന്നത് ഏതാണ്? വിൽ ബി അല്ലെങ്കിൽ ഷാൾ ബി. ഇനി അത് ഇതിന് പാറ്റേൺ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഇതിനകത്ത് ബി എന്ന് പറയുന്ന കോമൺ ഫാക്ടറിനെ നമ്മൾ എടുത്ത് മാറ്റുന്നു. എന്നിട്ട് വിൽ അല്ലെങ്കിൽ ഷാൾ എന്ന് ആക്കുന്നു. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും വില്ലോ ഷാൾ പ്ലസ് ബി അല്ലെ? അപ്പൊ അങ്ങനെ വില്ലോ ഷാൾ പ്ലസ് ബി നമ്മളോട് എഴുതുന്നു. അത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഫ്യൂച്ചർ ടെൻസിനെ സൂചിപ്പിക്കുന്നു. ഈ വെർബിനോട് കൂടി ing ചേർക്കുന്നതിന് വേണ്ടിയാണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള വെർബിനെ സൂചിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ അവിടെ കണ്ടിന്യൂസ് എന്ന് പറയാം. ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഇത്രയും ആയപ്പോൾ നമുക്ക് മനസ്സിലായത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിന്റെ എന്താണ് സെന്റൻസ് പാറ്റേൺ നമുക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് അതുകൊണ്ട് സബ്ജക്റ്റ് പ്ലസ് വില്ലോ ഷാൾ പ്ലസ് ബി പ്ലസ് വെർബ് പ്ലസ് ing പ്ലസ് ഒബ്ജക്റ്റ് എന്ന് കിട്ടും. ഇനി നമ്മൾ വില്ലോ ഷാൾ ചേർക്കുന്നത് എന്തിനെ ആശ്രയിച്ചായിരിക്കും? സബ്ജക്റ്റിന്റെ പേഴ്സൺസിനെ ആശ്രയിച്ചായിരിക്കും അല്ലെ? സാധാരണ ഭാവിയിൽ അതായത് സിമ്പിൾ സെൻസിൽ പറയുമ്പോൾ സബ്ജക്റ്റ് ഫസ്റ്റ് പേഴ്സൺ ആയിട്ട് വരികയാണെങ്കിൽ ഷാളും, സെക്കൻഡ് പേഴ്സണോ തേർഡ് പേഴ്സണോ ആണെങ്കിൽ വില്ലും ഉപയോഗിക്കുന്നു. ഇനി സീരിയസ് സെൻസിൽ പറയുമ്പോൾ സബ്ജക്റ്റ് ഫസ്റ്റ് പേഴ്സൺ ആയിട്ട് വരുമ്പോൾ വില്ലും, സെക്കൻഡ് പേഴ്സണോ തേർഡ് പേഴ്സണോ വരികയാണെങ്കിൽ ഷാൾ ഉപയോഗിക്കുന്നു. ഇപ്പൊ ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് അവറാണ്. അവർ എന്ന് പറയുന്നത് ദേ ആണ്. ഇത് നമ്മൾ സിമ്പിൾ സെൻസിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ദേ എന്ന് പറയുന്നത് തേർഡ് പേഴ്സൺ ആണ്. അപ്പൊ തേർഡ് പേഴ്സൺ സിമ്പിൾ സെൻസിൽ പറയുമ്പോൾ അതിന്റെ കൂടെ വേണ്ടത് ആരാ? വില്ലാണ്. അപ്പൊ അവിടെ ദേ വിൽ. പിന്നെ ഇവിടെ ബി വരണം. അപ്പൊ ബി എഴുതി. പിന്നെ വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ വെർബ്. അതിനകത്ത് യഥാർത്ഥ രൂപം എന്ന് പറയുന്നത് എന്താ? വരിക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഇംഗ്ലീഷ് കം. അപ്പൊ കം എന്ന് പറയുന്ന വെർബിന്റെ കൂടെ നമ്മൾ ing ചേർത്തു. അപ്പൊ എന്താ? കമ്മിങ് നായി. അപ്പൊ ദേ വിൽ ബി കമ്മിങ്. ഇനി ഇങ്ങോട്ട് എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് ഹിയർ. അപ്പൊ ദേ വിൽ ബി കമ്മിങ് ഹിയർ. അപ്പൊ ഇത്രയുമാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പൊ ഈ ക്ലാസ് നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്യുക. ഒപ്പം ഇത് ലൈക്ക് ചെയ്യുക. അതിനോടൊപ്പം തന്നെ പുതിയ ക്ലാസ്സുകൾ നിങ്ങളുടെ ഇമെയിലിലേക്ക് നേരിട്ട് കിട്ടുവാൻ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബും ചെയ്യുക.